മമ്മൂക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വില്ലൻ ഇല്ലേ? ഞാനായിരിക്കും ഇല്ലേ? നാഷണൽ ലെവലിൽ അംഗീകരിച്ചല്ലോ ആക്ടറാണെന്ന്. അതെ. ആ സർക്കാരും ആഗ്രഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ആക്ടറാവുന്ന എന്തുവേണം കാണിക്കല്ലോ അദൃശ്യനായ സ്പീഡ് ഓക്കെയാണ്. ആളിന്റെ ഫാന്റസി നമുക്ക് മനസ്സിലാവും. കിരൺ നാരായൺ സംവിധാനം ചെയ്യുന്ന റിവോൾവർ റിംഗോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ എന്നുള്ളത് ശ്രീപദ്യാൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിനു ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ ശ്രീപദ്യാനം തുടങ്ങുകയാണ്. നമുക്ക് മൂന്നുപേരുടെയും കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ശ്രീപദിൻ്റെ കഥാപാത്രത്തെ പറ്റി നമുക്ക് എങ്ങനെയാണ്, എന്താ കഥാപാത്രം? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പുളി എന്നാണ്. അപ്പോൾ അത് പറഞ്ഞാൽ ഒരു ഫണ്ണായിട്ടുള്ളൊരു ക്യാരക്ടർ, ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ മാമനായിട്ടാണ് വിഷ്ണു ചേട്ടൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയതിൽ. വിഷ്ണുവിൻ്റെ കഥാപാത്രം എങ്ങനെയാണ്? പ്രിയേഷ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇയാള് പണ്ട് ഈ 2000s തുടക്കത്തിലൊക്കെ ആൽബങ്ങളൊക്കെ ചെയ്തിരുന്നൊരു സിനിമ ആഗ്രഹിച്ച് കിടക്കുന്ന ഒരാളാണ്. ഈ പെങ്ങടെ മോനും അവൻ്റെ കൂട്ടുകാരും ഒക്കെ കൂടി വെക്കേഷൻ സമയത്ത് ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നതാണ്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഉദ്യമവുമായിട്ട് ഇറങ്ങുന്നതാണ് ഇതിൻ്റെ കഥയുടെ ഒരു തുടക്കം. പിന്നെ അത് സംഭവിക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു സിനിമാറ്റിക് പരിപാടികൾ. അങ്ങനെയാണ് ഒരു സൂപ്പർ ഹീറോ പരിപാടിയൊക്കെ ഇതിൽ വരുന്നത്. ബിനുചേട്ടൻ്റെ കഥാപാത്രം? എൻ്റെ വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ടാണ്, ബിജിത്ത് എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അതും ഈ പറഞ്ഞ പോലെ ആൽബത്തിൽ ഇവൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സഹായിയായിട്ടുള്ള അഭിനയിക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് ഇവൻ്റെ കൂടെ സഹായിയായിട്ട് ഇങ്ങനെ കൂടി സിനിമയിൽ കയറാമെന്നുള്ള രീതിയിൽ പിന്നീട് ജീവിതത്തിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബാർബർ ഷോപ്പുകാരനായി, മുടിവെട്ടുകാരനായി. ഇവനപ്പോഴും സിനിമ മോഹമായിട്ട് നടക്കുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവൻ്റെ കൂടെ ഈ സിനിമാ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു പരിപാടി. ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാണോ, അതൊരു ലോക്കൽ സിനിമയാണോ, കുട്ടികളുടെ സിനിമയാണോ? ഇതൊരു സാധാരണ ഫാമിലി എൻ്റർടൈനറാണ്. അതിൽ സൂപ്പർ ഹീറോയുടെ ഒരു ഏരിയ വരുന്നുണ്ട്. അതാണ് റിവോൾവർ റിംഗോ. ഇപ്പം പറയാൻ പറ്റുള്ളൂ. ശ്രീപദ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത്? എങ്ങനെയാണ്? എന്നെ ഒരു ദിവസം കിരൺ ചേട്ടനും ചന്ദ്രമോഹൻ ചേട്ടനൊക്കെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത മൂവീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്നെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഒരു മൂവിയിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സ്റ്റോറിയൊക്കെ കേട്ടു. അപ്പോൾ അങ്ങനെ അതും സൂപ്പർ ഹീറോ ആയതുകൊണ്ട് ഒരു താല്പര്യം തോന്നി ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഈ സൂപ്പർ ഹീറോ പടത്തിൽ അഭിനയിക്കുന്ന ആദ്യമായിട്ടല്ലേ? അതെ അതെ, ആദ്യമായിട്ടാണ്. മാത്രമല്ല അതിൻ്റെ ഒരു ആഗ്രഹം കൂടെ ആയിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. വിഷ്ണു ആദ്യമായിട്ടാണെന്നല്ലേ സൂപ്പർ ഹീറോ പടത്തിൽ? അല്ലേ? ഒരു വിഷ്ണുവിനെ തേടി സ്ഥിരമായിട്ടൊരു ഒരു സാധാരണക്കാരൻ, നമ്മുടെ അടുത്ത് കാണുന്ന ഒരാൾ, അയൽപ്പക്കത്ത് കാണുന്ന ഒരാൾ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ കൂടുതൽ തേടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഓ, അപ്പം അത് കണ്ടിട്ടായിരിക്കും പലരും അതിലേക്ക് നമ്മളെ സിനിമ കണ്ട് അപ്പോൾ അതേപോലത്തെ ക്യാരക്ടറുകൾ പിന്നീട് എഴുത്തിൽ വരുമ്പോൾ അതിന് എന്നെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരണതായിരിക്കും. കൂടുതലും അങ്ങനത്തെയാണ് വരിക. നിങ്ങൾ രണ്ടുപേരും എഴുത്തുകാർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സെറ്റിൽ നിങ്ങളുടേതായ രീതിയിലുള്ള ഇമ്പ്രവൈസേഷനൊക്കെ വരുത്താറുണ്ടോ? ഞാൻ രണ്ടുപേരും കൂടി ചോദിച്ചത്. ഒരു സീൻ ഇമ്പ്രവൈസേഷൻ ഉണ്ടാവാറുണ്ടോ? നമ്മൾ വായിക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കുക, നമ്മൾ ഡയറക്ടർക്ക് രണ്ടിടത്തൊക്കെ നമ്മൾ അങ്ങനെ പറയും. അപ്പോൾ പുള്ളിയും കൂടി ഓക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ഒരുപാടൊന്നും ഇല്ല, എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നോക്കും. അവർക്കും കൂടി നല്ലതെന്ന് തോന്നുവാണെങ്കിൽ അത് ചെയ്യും. ശ്രീപദ് ലൈഫിൽ അല്ലെങ്കിൽ അറിയാനിടയായ ഒരു ഫസ്റ്റ് സൂപ്പർ ഹീറോ ആരായിരിക്കും? അവഞ്ചേഴ്സ് കാണുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഏറ്റവും ഫേവറേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്പൈഡർമാനും അയൺമാൻ ഒക്കെ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഇവരെല്ലാവരും എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇതിലങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോകുന്നുണ്ടോ? സൂപ്പർ ഹീറോസിനെ പറ്റി റെഫറൻസുകളുണ്ടോ? അതൊക്കെ പറയുന്നുണ്ട്. സൂപ്പർ ഹീറോ പരിപാടിയെ കുറിച്ച് സംസാരമുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതൊക്കെയാണ്. കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലേ? അതെ അതെ. പ്രിയപ്പെട്ട മാമൻ വേഷമാണോ? അങ്ങനെ പറയാം. വിഷ്ണുവും അതുപോലെ ബാലതാരമായിട്ട് വന്ന ഒരാളാണ്. ഇപ്പോഴത്തെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഇവരുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എന്താണ് തോന്നാറ്? ഇവർ വളരെ അഡ്വാൻസ്ഡ് അല്ലേ. ഇവർക്ക് ജനിച്ച് വീഴുമ്പോൾ മുതൽ മൊബൈല്, അതേപോലെ എല്ലാ സാങ്കേതിക വിദ്യയും ഇവർ ആദ്യമേ കാണുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ഇതുണ്ട്, മീൻസ് കുറച്ചും കൂടി എക്സ്പോഷർ ഉണ്ട്. കാര്യങ്ങൾ നേരത്തെ അറിയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. റിസർച്ച് ചെയ്യാനുള്ളൊരു മാർഗ്ഗങ്ങൾ കൂടുതലുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവർ കൂടുതൽ അപ്ഡേറ്റഡ് ആണ് നമ്മളെക്കാളും. ബിനു ചേട്ടാ, ഇതിൻ്റെ ഡയറക്ടറെ പറ്റി
എന്താണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിലും എഴുത്തുകാരൻ എന്ന രീതിയിലും തോന്നിയിട്ടുള്ളത് കിരണിനെ പറ്റി? വളരെ നല്ലൊരു അഭിപ്രായം. കാരണം ഞാനിങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തതിൽ എനിക്ക് ഭയങ്കര കൂളായിട്ട് നമുക്ക് അതാണല്ലോ, നമുക്ക് അഭിനയിക്കാൻ പോകുമ്പോൾ പേടിയില്ലാതെ അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ടെൻഷനായിരുന്നു. എനിക്ക് ആദ്യം കിരണിനെ പരിചയമില്ല. സെറ്റിൽ ചെന്നപ്പോൾ ഭയങ്കര കൂളാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മളങ്ങനെ ഒരു തരത്തിലും ഒരു ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കൂൾ സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ ഡയറക്ഷനും നല്ല രസമായിരുന്നു. പുള്ളി ഭയങ്കര സൈലൻ്റാണ്, കാമാണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. തിന്നാൻ വെച്ച പഴംപൊരിയൊക്കെ എടുത്തുകൊണ്ട് പോയാൽ വൈലൻ്റ് ഔട്ട്. കിര പിന്നെ ഭയങ്കര ഫുഡ് ആയതുകൊണ്ടേ. അതെയോ? അപ്പോൾ പുള്ളിക്ക് കോഴിക്കോട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിക്ക് കോഴിക്കോടുള്ള നല്ല നല്ല ഫുഡുകൾ ഞങ്ങളെ കൊണ്ട് തിരിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ പുള്ളി തന്നെ മറ്റേ സ്നാക്സ് ഒക്കെ എവിടെ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരും. പുള്ളി ഇത് കോഴിക്കോടിലെ വേറെ വെറൈറ്റി സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു സന്തോഷമാണ് പുള്ളിയുടെ. പറഞ്ഞ് പഠിപ്പിച്ചാണെന്ന് തോന്നുന്നില്ല അല്ലേ? ഏതല്ല എന്ത് സംഭവം. കോഴിക്കോടായിരുന്നല്ലോ ലൊക്കേഷൻ. അതെ, അപ്പോൾ കോഴിക്കോട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തോ? പിന്നെ അത് കാരണം പണിയല്ല, എല്ലാ ദിവസവും എവിടെയെങ്കിലും പോയി കഴിക്കരുത്. നമ്മള് എന്താ കോഴിക്കോട് ഫുഡ് ഫെസ്റ്റിനൊക്കെ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അവിടെ പോയി. പിന്നെ കുറേ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു ഹൗസ് വാമിങ്ങിന് പോയി, കല്യാണത്തിന് പോയി, അങ്ങനെ പിന്നെ അവിടുത്തെ ഫേമസ് ആയ പല ഹോട്ടലുകളിൽ പോയി. കറക്റ്റ് സമയത്തായിരുന്നല്ലേ ഷൂട്ടിംഗ് അപ്പോൾ? അതെ അതെ. ശ്രീപദിന് ഒരു ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ സിനിമ ഏതാ? അവഞ്ചേഴ്സ്. എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എല്ലാ ഇത് കണ്ടിട്ടുണ്ടോ? അവഞ്ചേഴ്സിന്റെ ഇനി ഇറങ്ങാൻ പോകുന്ന പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഓർത്ത് ഇറങ്ങാൻ പോണ പാർട്ടി അല്ല, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടേ സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഉണ്ണിച്ചാൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ കളക്ഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ ഹീറോസിൻ്റെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവിടെ ആയിരുന്നു കുറേ നേരം. അതിൻ്റെ ആ ഒരു ടോയ്സ് ആണെന്ന് അറിയാം. അതിൻ്റെ ഇടയിൽ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എനിക്ക് പെറ്റ്സിനോടും സൂപ്പർ ഹീറോസിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ശ്രീപദിന് ഒരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ അത് എങ്ങനത്തെ ഒരു പവറായിരിക്കും? അങ്ങനെ ചോദിച്ചു, സ്പീഡായിരിക്കോ, അദൃശ്യനാവാനായിട്ടായിരിക്കോ, അതോ? സ്പീഡ് മതി എന്നാണ്. അല്ല, അങ്ങനൊന്നുമില്ല. ഏത് സൂപ്പർ ഹീറോ പവർ കിട്ടിയാലും അത് സ്വീകരിക്കും ഞാൻ. ഈ സ്കൂളിൽ പോകുമ്പോൾ ഈ എന്തിനെല്ലാം രജനീകാന്ത് ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു പവർ കിട്ടിയ അടിപൊളിയായിരിക്കും അല്ലേ? പെട്ടെന്ന് പഠിക്കാൻ അല്ലേ? ആഗ്രഹം ഉണ്ടപ്പോൾ അതിൽ നല്ലതാണ് ദൃശ്യനാവണല്ലോ. കോപ്പി അടിക്കല്ലോ, സുഖം കോപ്പി അടിക്കുക, എന്തുവേണം കാണിക്കല്ലോ. അദൃശ്യനായ സ്പീഡ് ഓക്കെയാണ്. ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എന്തായാലും ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവരുടെ സ്വീകരണം? എങ്ങനെയാണ്? അവാർഡ് കിട്ടിയ സമയത്ത് അവർ നന്നായിട്ട് ഒരു വലിയ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലത്തെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് അനുമോദനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്ത സമയത്തെല്ലാം കണക്ക് തന്നെ. സ്കൂളിലെത്തി കഴിഞ്ഞാൽ ഒരുപോലെയാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ വലിയ ഇതൊന്നും തന്നിട്ടില്ല. അങ്ങനെ വേണമെന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം സ്കൂളിലെല്ലാവരെയും പോലെ നോർമലായിട്ട് ചെയ്തതാണ്. അത് ശരിക്കും ഞാൻ കണ്ടേക്കുന്ന ഒരു സംഭവമുണ്ട്. ശ്രീപദിനെ നമ്മൾ മറ്റുള്ള കുട്ടികളെ പറഞ്ഞ അവനങ്ങനത്തെ ഒരു ഭാരമൊന്നും പുള്ളി ഏറ്റു വെക്കുന്നില്ല. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ കളിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. അതായത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫോൺ മേടിച്ചിട്ട് ഗെയിം എടുക്കലും പരിപാടി. അല്ലാതെ ഞാൻ ഭയങ്കരമായ ഒരു സ്റ്റാർട്ടും അങ്ങനെ ഞാൻ അഭിനയിക്കുന്ന ആളാണെന്നൊന്നും ഇല്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുവരെ ഇല്ല. നീ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ചിന്തിപ്പിക്കല്ലേ. ശരിയാണ്, അപ്പം മാറ്റം. ഇനി ഇതിലെ പ്രധാന കഥാപാത്രം റിവോൾവർ റിങ്കോ ആയിട്ട് അവതരിപ്പിച്ച കൊച്ചു കലാകാരനെ പറ്റിയിട്ട് 2 വാക്ക്. ആദിശേഷാണ് ആ വേഷം ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു കഥാപാത്രമാണ്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇമ്പോർട്ടൻസ്. അപ്പം അത് ആ ഒരു സൂപ്പർ ഹീറോ പരിപാടി ചെയ്യുന്ന ക്യാരക്ടർ അതായതുകൊണ്ടാണ് ടൈറ്റിൽ അങ്ങനെ വന്നത്. ഇപ്പോൾ ശ്രീപദിൻ്റെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആവണിയുണ്ട്, വേറെ ധ്യാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, വിസാദ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു ഗ്യാങ്ങാണ് ഇതിൽ ത്രൂ ഔട്ടുള്ളത്. പിന്നെ ഇതിൽ അൻഷ ഉണ്ട്, മറീന മൈക്കിളുണ്ട്, ഷൈനി ചേച്ചി ഉണ്ട് അമ്മയായിട്ട്, അഞ്ജലി ഉണ്ട്. അഞ്ജലിയാണ് ശ്രീപദിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ലാലു ചായനുണ്ട്, നല്ലൊരു പ്രധാന കഥാപാത്രം ലാലു അലക്സ് ആണ്. പിന്നെ പാഷാണം നമ്മുടെ സാജു, വിജിലേഷ് ഉണ്ട്, അത് പോസ്റ്ററിൽ കാണുമല്ലോ.
ഇതിൽ ഹ്യൂമർ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്? ഇതൊരു ലൈറ്റ് ഹ്യൂമർ, ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഫിലിമാണ്. എനിക്ക് ക്യൂട്ട് ഫിലിം എന്ന് വിളിക്കാനാണ് താല്പര്യം. കാരണം ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ മുതലാണെങ്കിൽ ഉള്ള ഒരു ഫീൽ, ഇപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനൽ കട്ട് നമ്മൾ കാണുമ്പോഴും വളരെ ക്യൂട്ടായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം തരുന്ന അങ്ങനത്തെ ഒരു നല്ല സിനിമയാണ്. ഫൈറ്റ് പ്രഭു മാസ്റ്ററാണ്. പുള്ളിയുടെ ഒരു സംഭാവന എങ്ങനെയായിരുന്നു ഈ സിനിമയിൽ? കുട്ടികളുടെ സിനിമ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ, അല്ല കുട്ടികളുടെ ഒരു സൂപ്പർ ഹീറോ പരിപാടി വരുമ്പോൾ അത് ഒരിക്കലും ഒട്ടും സേഫ് അല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും ഒരു മാസ്റ്റർ തന്നെ വന്ന് പ്രോപ്പറായിട്ട് കമ്പോസ് ചെയ്ത് തന്നെ വേണം എന്ന് ഡയറക്ടർക്കും നിർബന്ധം ഉണ്ടായതുകൊണ്ട് ഫിനിക്സ് പ്രഭു മാസ്റ്ററാണ് വന്നത്. അദ്ദേഹം പിള്ളേരെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അത് ചെയ്തു തരികയും ചെയ്തു. പുള്ളി എങ്ങനെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യായിരുന്നോ ചെയ്തത്? ഈ കുട്ടികളുടെ സിനിമ ആയതുകൊണ്ട് ഫൈറ്റ് ഇങ്ങനെ വേണം. ഡയറക്ടർക്ക് ഒരു കൃത്യമായ ധാരണയുണ്ട് ഇതിങ്ങനെയാണ് വേണ്ടത്. അത് മാസ്റ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാസ്റ്റർ അത് പുള്ളിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതിൽ പുള്ളി നീറ്റായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. രഞ്ജിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. കാരണം രഞ്ജിന് ഇപ്പോൾ ഒരുപാട് സമയം രഞ്ജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പ്രത്യേകം ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്, പാട്ടുകൾക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ പുള്ളി എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൈതപ്രം തിരുമേനിയാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. കിഡിലും വരികളാണ്. 2 പാട്ടാണ് ഉള്ളത്. അത് ഒരെണ്ണം രഞ്ജിൻ പാടി, ഒരെണ്ണം ഹരിചരണാണ് പാടിയിട്ടുള്ളത്. മനോഹരമായ പാട്ടാണ്. പാട്ട് എനിക്ക് തോന്നുന്നു 30-ാം തീയതി റിലീസാവും. രഞ്ജിനെ അറിയാലോ, പുള്ളി ഈ നേരത്തെ പറഞ്ഞ പോലെ രഞ്ജിനൊരു സ്പെഷ്യൽ ഫാൻ ബേസ് ഉള്ളത്. അത് എല്ലാ ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു മൂഡ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കുട്ടികളുടെ കൂടെ സെറ്റ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും? നല്ല രസമായിരുന്നു. ഇവന്മാര് നമ്മളെ യൂണോ കാർഡ് കളിക്കാനൊക്കെ ഞാൻ നേരത്തെ പറയാ, വീട്ടില് കൊച്ചു യൂനോ കാർഡ് മേടിക്കുന്നു പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമായിരുന്നു സിനിമക്ക് മുമ്പേ. ഇതെന്താണ് യൂനോ കാർഡ് എന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ കടച്ചെന്ന് മേടിക്കും, അപ്പോൾ ചീട്ട് പോലെയുള്ള സാധനം. അപ്പോൾ ഇത് എന്താ, എങ്ങനെ ഇത് കളിക്കണേന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് എങ്ങനെ നമ്മൾ ചീട്ട് നമുക്ക് അറിയാം, എങ്ങനെ അങ്ങനെയൊന്നും അല്ല ഇത് കളിക്കണം. വേറെ എന്തൊട്ടൊക്കെ. അപ്പോൾ ഈ കൊച്ചെന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളത്, ഞാൻ പിന്നെ കളിക്കാൻ പോരും. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ ഇമാരാണ് ഞങ്ങൾ എന്നെ പഠിപ്പിച്ചത് യൂനോ കാർഡ്. അത് വേറെ യൂണിവേഴ്സ്. അത് പക്ഷേ അടിപൊളിയാണ്, കളിച്ചപ്പോൾ രസം. അതെ അതെ, ഞങ്ങളൊക്കെ ആ യൂണിവേഴ്സിലായി. പിന്നെ ഇവന്മാരെല്ലാവരും ഫുൾ ടൈം നമ്മുടെ പുറകെ ഇരിക്കും. ചേട്ടാ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ മേടിച്ചുകൊണ്ട് പോകും. അത് ബഹളമായിരുന്നു മൊത്തത്തിൽ. ഒരു നല്ല രസമാണ്. നമുക്ക് ഈ പറഞ്ഞ ഒരു പിള്ളേരെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ എല്ലാവരും വലുതായി, പെട്ടെന്ന് വളർന്നു. വിഷ്ണുവിൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എൻ്റെ വീട് അപ്പൻ്റെയാണ്. എൻ്റെ വീട് അപ്പൻ്റെയിലേക്കും വിഷ്ണുവിനെ എങ്ങനെയായിരുന്നു ആ പടത്തിലേക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അതിൽ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നിഷാദക്ക മനുരാജേട്ടനെ വിളിച്ചിട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതാണ്. സിബി സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പുള്ളി വർക്ക് ചെയ്യണം. അപ്പോൾ ആ പടത്തിൽ ഇങ്ങനെ ഒരു വേഷമുണ്ട്, വിഷ്ണുവിനോട് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നതാണ്. അപ്പോൾ ചെന്നപ്പോൾ ആ റോള് വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നോടും കൂടെ കൂട്ടത്തിൽ നിൽക്കാൻ പറഞ്ഞ് ഞാനങ്ങനെ നിന്നു. അപ്പോൾ അതിലൊരു ഡയലോഗ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ സിബി സാറിന് ഇഷ്ടമായി. അങ്ങനെ പിന്നെ ആ പടത്തിൽ ത്രൂ ഔട്ട് കുറേ സീനുകളിൽ ജുവനൈൽ ഹോമിൽ പിന്നീട് എടുത്ത എല്ലാ സീനിലും എന്നെയും കൂടി ഉൾപ്പെടുത്തി, വേറെ ഡയലോഗൊക്കെ തന്നു. അതെ അതെ, ജയിലിൽ വെച്ചൊരു സീൻ ഉണ്ടായിരുന്നു. അതെ അതെ, നമുക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വില്ലൻ ഇല്ലേ? ഞാനായിരിക്കും അല്ലേ? പളുങ്കില്. ആ ക്യാരക്ടറിനെ പറ്റി ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ടോ? പിന്നെ അതിപ്പോഴും ഞാൻ തന്നെയാണെന്ന് പലർക്കും അറിയില്ല. എന്നാലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് കടന്നു വരാറുണ്ട്. രാപ്പകൽ ആനവാരി ചോദിച്ചു വരുന്ന സീൻ അത് ഇപ്പോഴും അങ്ങനത്തെ സീനുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ടോ? അതിപ്പോൾ വരുമല്ലോ നമുക്ക് റീൽസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് സജഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് വരും. മായാവിയിലെ സീൻ, രാപ്പകലിലെ സീൻ, അമൃതം എന്ന് പറഞ്ഞ പടത്തിലെ ഇതൊക്കെ ക്ലിപ്പുകളായിട്ട് ഫേസ്ബുക്കിലും ഓരോരോ പേജുകാരെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടും. എനിക്കത് കാണുമ്പോൾ സന്തോഷം. ബിബിനുമായിട്ട് ഇപ്പോൾ നമുക്കൊരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ സിനിമ ബിബിനുമായിട്ട് ചർച്ചകളൊക്കെ ചെയ്യാറുണ്ടോ? ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ ലാസ്റ്റ് ഒരു പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇറങ്ങാനുണ്ട്. ആക്ടിങ് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. പക്ഷെ അതിന്റെ നാഷണൽ ലെവലിൽ അംഗീകരിച്ചല്ലോ ആക്ടറാണെന്ന്. അതെ, ആ സർക്കാരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ആക്ടറാവുന്ന ഇത് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാലാണ് പ്രശ്നം. താല്പര്യം എന്തായാലും ഉണ്ട്. ഞാൻ എൻ്റെ ഒരു വീട്ടിലെ സപ്പോർട്ടാണോ? അതെ അതെ, വീട്ടിലും ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ആയാലും സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു ജോലിയും കൂടെ വേണമല്ലോ. സോ എന്തായാലും രണ്ടും കൂടെ കൊണ്ടുപോകാൻ തന്നെയാണ്. ശ്രീപദൻ്റെ പുതിയ സിനിമകൾ വരുന്നുണ്ടോ ഇപ്പോൾ? ഏതൊക്കെയാണ് പുതിയ പടങ്ങൾ? ഇനിയിപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ ചെയ്ത വരാഹം എന്ന് പറഞ്ഞ മൂവി,
പിന്നെ ചേട്ടൻ പറഞ്ഞ ഓട്ടം തുള്ളല് അത് അടുത്തുണ്ടാവുന്നാണ് പറഞ്ഞത്. കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയല്ലേ. അതെ. വിഷ്ണുവിൻ്റെ പുതിയ പടങ്ങൾ? ഇനിയിപ്പോൾ ഓട്ടം തുള്ളൽ ഞാനും ഉണ്ട്, പിന്നെ ഡിസ്കോ, ആ, അത് രണ്ടും ഇറങ്ങാനുള്ളു. എഴുത്തുള്ള പരിപാടി എന്തെങ്കിലും ഉണ്ടോ? എഴുത്തിൻ്റെ പരിപാടി ഇങ്ങനെ ഫൈനലായിട്ട് നിൽക്കുന്നു, അത് അനൗൺസ് ചെയ്യാറായിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഡയറക്ഷൻ ചെയ്യാൻ നീ പ്ലാൻ ഇല്ല, ഉണ്ടോ? ഉടനെ ഇല്ല. ഇല്ല. റിവോൾവർ റിംഗോ വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.